ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെല്ലാവർക്കും പൊതുവെയുള്ള ഒരു പ്രശ്നമാണ്, നമ്മളൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷനായിട്ട് നമ്മളത് വെയർ ചെയ്യാനായി എടുക്കുമ്പോൾ നമ്മളൊരല്പം വണ്ണം വെച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ സൈസ് കറക്റ്റ് ആവാതിരിക്കുക. അപ്പം വീണ്ടും നമ്മളൊരു ടൈലറിൻ്റെ അടുത്ത് അത് കൊണ്ടുപോയി ഓൾട്ടർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതിനൊരു നല്ല സൊല്യൂഷനായിട്ടാണ് നമ്മുടെ ഫ്ലെക്സി ഫിറ്റ് ബ്ലൗസസ് വന്നിരിക്കുന്നത്. പൊതുവെ റെഡിമെയ്ഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലൗസിൻ്റെ സൈഡ്സിലും സ്ലീവ്സിലും നമ്മളൊരു ഇലാസ്റ്റിക് പാച്ച് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അത് സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് വെയർ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും സൈസിനനുസരിച്ച് അത് കംഫർട്ടായി ഇരുന്നോളും. അപ്പോൾ ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് ബോഡി ഫിറ്റ് ആവാൻ വേണ്ടി സൈഡ്സിലും സ്ലീവ്സിലും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സൈസിനനുസരിച്ച് ഇത് സ്ട്രെച്ചബിളായി നല്ല ഫിറ്റായി കംഫർട്ടായിട്ട് തന്നെ ഇരുന്നുകൊള്ളും. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഫ്ലെക്സി ഫിറ്റ് ബ്ലൗസിനായി എടുത്തിരിക്കുന്ന മെഷർമെന്റ് ആണ് ലെങ്ത് 14 ഇഞ്ച്, ഷോൾഡർ 14 ഇഞ്ച്, ആം ഹോൾ 15, അപ്പർ ചെസ്റ്റ് 34, ഫുൾ ബസ്റ്റ് 35, വേസ്റ്റ് 29, ബാക്ക് നെക്ക് ഡീപ്പ് 9 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് ഡീപ്പ് 7 ഇഞ്ച്. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലെങ്ത് 14 ഇഞ്ച് ആണ്. 14 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് 15 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക. 15 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക് നെക്ക് ഡീപ്പ് ആയതുകൊണ്ട് 5 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക. 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ശേഷം ഇവിടെ എല്ലാം സ്ട്രേറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം. ശേഷം ഷോൾഡർ 14 ഇഞ്ചാണ്. ഷോൾഡർ 14 ഇഞ്ചിന്റെ പകുതി 7 ഇഞ്ച് എടുക്കാം. അതിനു മുമ്പായി ഹുക്ക് മാർജിനായി ഇവിടെ ബാക്ക് ഓപ്പൺ ആണ്, അതിനായി ഇവിടെ ഒരു മാർജിൻ ഇട്ട് കൊടുക്കുക. ശേഷം ഷോൾഡർ 14 ഇഞ്ചാണ്. 14 ഇഞ്ചിന്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ബാക്ക് നെക്ക് 9 ഇഞ്ച് ഡീപ്പാണ്. അപ്പോൾ 9 പ്ലസ് ഹാഫ് ഇഞ്ച് സ്റ്റിച്ചിങ് മാർജിൻ പോവും. അപ്പോൾ 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്ക് നെക്ക് 9 ഇഞ്ച് ഡീപ്പ് ആയതുകൊണ്ട് ഷോൾഡറിൽ നിന്നും 1.25 ഇഞ്ച് മൈനസ് ആവുന്നതായിരിക്കും. 1.25 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൽ നിന്നും 1.25 ഇഞ്ച് മൈനസ് ചെയ്തു. അഞ്ചേകാൽ ഇഞ്ച് ഉണ്ട്. ക്രോസ് ബേക്കിന് 5.25 ഇഞ്ച് അതുപോലെ എടുക്കാതെ ഒരു 3/4 ഇഞ്ച് ഈ ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് വരഞ്ഞു കൊടുക്കുക. ശേഷം അപ്പർ ചെസ്റ്റ് 34 ആണ്. 34ന്റെ 4 ഭാഗം 8.5 മാർക്ക് ചെയ്ത് ബാക്ക് നെക്ക് 9 ഇഞ്ച് ഡീപ്പ് ഉള്ളതുകൊണ്ട് 1/4 ഇഞ്ച് ലൂസിങ് ഇട്ട് കൊടുക്കുക. 9.25 മാർക്ക് ചെയ്യുക. അതിനുശേഷം വേസ്റ്റ് 29 ആണ്. 7.25 വരും. 7.25 മാർക്ക് ചെയ്യുക. ബാക്ക് ഡാറ്റിനായി 1.25 ഇഞ്ച് ഇട്ട് കൊടുക്കുക. ശേഷം ആം ഹോൾ മാർക്ക് ചെയ്തതിനായി ഇതിന്റെ സെന്ററിൽ ഒരു മാർക്ക് ചെയ്ത ശേഷം ഫ്രഞ്ച് കാവ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഇഞ്ചിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ട്. നെക്ക് 2.25 ഇഞ്ചാണ് വരുന്നത്. 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ശേഷം ബാക്ക് നെക്കിന്റെ ഷേപ്പിലേക്കായി സ്ട്രൈറ്റ് എടുക്കാതെ ഒരു അല്പം ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ബ്രോഡ് നെക്ക് കിട്ടുന്നതായിരിക്കും. ഫ്ലെക്സി ഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിന് മാർജിനൊന്നും എക്സ്ട്രാ ഇടുന്നില്ല. ഇതിനെ കട്ട് ചെയ്തെടുക്കാം.
പക്ഷെ ഡാർക്ക് മാർക്കിങ്ങിനൊക്കെ ആയി. രണ്ടായി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ച് ഡാട്ട് ഇട്ട് കൊടുക്കാം. അരയിഞ്ച് ഓരോ പോയിന്റ് 2 ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇതിന്റെ ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ ഫോൾഡിംഗ് ഭാഗം എടുത്തിട്ടുണ്ട്. ഇവിടെ സ്ട്രേറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഷോൾഡർ 14ന്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ടിനൊക്കെ എത്രയാണ് ഡീപ്പ് നോക്കാം. 7 ഇഞ്ചാണ്. അപ്പോൾ 7 പ്ലസ് അരയിഞ്ച് മാർജിനും ചേർത്ത് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഫ്രണ്ടിനൊക്കെയാണ് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിനൊക്കെ 7 ഇഞ്ച് ഇറങ്ങുന്നത് കൊണ്ട് ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യാം. ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്ക് എടുത്ത ശേഷം ആമോൾ ഇതിന് ചേർത്ത് വയ്ക്കുക. സ്ട്രെയിറ്റായി വെക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്ത് കൊടുത്തു. ഇനി മേലിൽ നിന്നും ഒരു 4.25 ഇഞ്ചിൽ ആമോളിൻ്റെ അടുത്ത് 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് 4.25 ഇഞ്ച് വരുന്നത്. നമുക്ക് ബാക്കിനെ മാറ്റാം. നെക്ക് ലൈൻ യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ബസ്റ്റ് പോയിന്റ് നോക്കാം. 10 ഇഞ്ചാണ് നമുക്ക് ബസ്റ്റ് പോയിന്റ് വേണ്ടത്. അപ്പോൾ ഇതിന് സെൻറ്ററിൽ നിന്ന് 10 പ്ലസ് ഹാഫ് ഇഞ്ച് മാർജിൻ ചേർത്ത് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബസ്റ്റ് സെൻറ്ററിനായി 35ൻ്റെ 10ൽ1 ഭാഗം 3.5 മാർക്ക് ചെയ്യാം. അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഡാട്ട് ലെങ്ത്തിനായി ഫുൾ ബസ്റ്റിൻ്റെ 12ൽ1 ഭാഗം 2.9 വരും. ഏകദേശം 3 ഇഞ്ചിന് അടുത്തായി വരും. 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ശേഷം ബസ് സെൻറ്ററിൽ നിന്നും ഒരു 3/4 ഇഞ്ച് ക്രോസ് ചെയ്ത് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇവിടെ 4.25 ഇഞ്ചിലോ മാർക്ക് ചെയ്തിരുന്ന ആ മാർക്കിങ്ങിലേക്ക് ഇതിനെ യോജിപ്പിച്ചു കൊടുക്കാം. ഏകദേശം ഈ ബസ് സെൻറ്ററിൽ നിന്നും ഒരു 1.5 ഇഞ്ച് മേലെ വരെയും വെച്ച് യോജിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. യോജിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം സീം അലവൻസിനായി 1 സെൻറ്റിമീറ്റർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണ് തയ്യൽ തമ്പ് പിടിക്കുന്നത് അത്ര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 സെൻറ്റിമീറ്ററാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്നും കുറച്ച് 1 ഇഞ്ച് താഴെ വെച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. അത് നമ്മൾക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ളതാണ്.
ഇനി അടുത്ത ഈ ഒരു ഭാഗത്തായി ഇനിയും ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത പാർട്സിലേക്കുള്ള മാർജിനാണ്. നമ്മൾ കട്ട് എടുത്തിരിക്കുന്ന ഭാഗം ഇതിനോട് ചേർത്ത് വെക്കുക. ഈ ഒരു മാർജിനിട്ട ലൈനും ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ലൈനും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കറക്റ്റായി വെച്ചതിന് ശേഷം ബാക്ക് എടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ മുകളിൽ വെച്ച് ഷോൾഡറിനോട് കറക്റ്റ് വെച്ചതിന് ശേഷം ബാക്കി ഭാഗം കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നമ്മളിവിടെ 3/4 ഇഞ്ച്, ബാക്ക് നമ്മളിവിടെ 3/4 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ബാക്ക് എടുത്ത് മാറ്റുക. ബാക്ക് എടുത്ത് മാറ്റാൻ നമുക്ക് ഡാട്ട് എടുത്തെടുക്കാം. ഇത് 36 ആണ്. 36ൻ്റെ 10 ഭാഗം 3.6 വരെയ്ക്ക് നമുക്ക് ഡാറ്റ എടുക്കാവുന്നതാണ്. 3.25 വരെയ്ക്കും വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ബസ്സിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 2.25 മുതൽ 3.25 വരെയ്ക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർജിൻ്റെ വിട്ട് ഈ ഉള്ളിലുള്ള ലൈനിൽ നിന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും സ്ട്രെയിറ്റ് വരക്കാതെ ഒരു 1/2 ഇഞ്ച് ക്രോസ് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ബസ്സിൻ്റെ ഈ സെൻറ്ററിൽ നിന്നും ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. പക്ഷെ ഫ്രഞ്ച് കർവ് തിരിച്ചു പിടിച്ച് ഈ താഴ്ഭാഗത്ത് നിന്നും കറക്റ്റ് ചെയ്തൊരു ഷേപ്പ് കൊടുക്കുക. ഈ ഒരു ഭാഗം ഫുൾ റൗണ്ട് വരക്കേണ്ടതാണ്. കാരണം അത് നമുക്ക് മേലെയുള്ള പാർട്സ് എടുത്ത് മാറ്റിയ ശേഷം അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അടിഭാഗത്തിന്. അതിന് വേണ്ടിയിട്ടാണ് ഫുൾ റൗണ്ട് വരച്ചത്. ഇനി വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം. 29 ആണ്. 29ൻ്റെ 4 ഭാഗം 7.25 വേണം. ഇവിടെ നിന്നും 3 ഇഞ്ച് ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ 3 ഇഞ്ചും ഒരു പോയിന്റും ഇവിടെ വെച്ചുകൊണ്ട് 7.25 വരുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്യുക. 7.25 ഇവിടെ വരുന്നുണ്ട്. ഇതിനെ അപ്പർ ചെസ്റ്റുമായി യോജിപ്പിക്കുക. എട്ടേ മുക്കാലാണ് നമ്മുടെ ഫുൾ ബസ്റ്റ് വരുന്നത്. 8.25 കഴിച്ച് ഇവിടെ ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഒരു ലൂസ് കിട്ടേണ്ടതാണ്. ഇത് കുറവാണെങ്കിൽ ഒരല്പം കൂട്ടിക്കൊടുത്ത് ഡാട്ട് എടുത്ത് ഒരു പോയിന്റ് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. ഇനി ബാക്ക് എടുത്ത്
ഈ സൈഡ് ഭാഗം ചേർത്ത് വെച്ച് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത ശേഷം ഈ മെയിൻ ഡാട്ടിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു പോയിന്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോയിന്റ് ഇവിടെ ഡാറ്റ് വലുതാക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഈ ഒരു പാർട്സ് മാറ്റിയതിന് ശേഷം ഇതിനെ കറക്റ്റായി മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഭാഗത്തു നിന്നും ഒരു സെൻറ്റിമീറ്റർ മാർജിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ ചെയ്തതാണ് മാർജിൻ. ശേഷം ഇതിനെ വെട്ടിയെടുക്കാം. പോയിന്റ് വരാതെ കർവ് ഷേപ്പ് വരുന്ന രീതിയിൽ വേണം വെട്ടിയെടുക്കാൻ. ശേഷം ഇതിനെ ഈ ഒരു പാർട്സുമായി നാട്ടായി ചേർത്ത് വെക്കുക. ഇനി ഫ്രണ്ടിന്റെ ആർമോളിലേക്കായി ഇവിടെ നിന്ന് 3/4 ഇഞ്ച് ക്രോസ് ചെയ്ത ശേഷം ലൈറ്റായിട്ട് ഇത് കുഴിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇത് ബാക്കിന്റെ ഷേപ്പിലാണ് ഉള്ളത്. ഇങ്ങനെ എടുത്ത് ഈ ആർമോളിലെ ലൈൻ കൊണ്ടുവന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഒരു 1/4 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു 2 ഭാഗവും സെൻറ്ററിൽ നിന്ന് മടങ്ങി നോക്കേണ്ടതാണ്. ഏകദേശം 5.5 ഇഞ്ച് ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതും 5.5 ഇഞ്ചും ഒരു പോയിന്റ് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ ഇവിടെ 1 ഇഞ്ച് കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതായിട്ട് ക്രോസ് ചെയ്തുകൊണ്ട് യോജിപ്പിക്കുക. ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ സെൻറ്ററിലൊക്കെ ഒരു അടയാളം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിന്നും ഫ്ലെക്സി ഫിറ്റ് ആക്കുന്നതിന് വേണ്ടിയായി ഇതിന് ഇലാസ്റ്റിക് സൈഡിൽ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഓരോരോ ഇഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊത്തം 2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ 1 ഇഞ്ച് മൈനസ് ചെയ്യാം. 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് വേണം. അപ്പോൾ 1/2 ഇഞ്ച് മൈനസ് ചെയ്താൽ മതിയാവും. അരേഞ്ച് ഇവിടെ വേറെ എക്സ്ട്രാ മാർജിനൊന്നും വിട്ടിട്ടില്ല. 1/2 ഇഞ്ച് മൈനസ് ചെയ്തു. ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നും 1/2 ഇഞ്ച് മൈനസ് ചെയ്യുക. ഫ്രണ്ടിൽ നിന്നും ഇതേപോലെ 1/2 ഇഞ്ച് മൈനസ് ചെയ്യുക. ഇനി എലാസ്റ്റിക് അടിക്കുന്നതിനേക്കായി നമ്മൾ ഓരോരോ ഇഞ്ചാണ് എലാസ്റ്റിക് സൈഡിൽ വെക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് വരും. 2 ഇഞ്ചിന്റെ 3 മടങ്ങ് 6 ഇഞ്ച് എടുക്കുക. 6 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിൽ പോകും. അപ്പോൾ 7 ഇഞ്ച് വേണം. 7 ഇഞ്ചിന്റെ ഡബിൾ 2 സൈഡിലും വേണം. 14 ഇഞ്ച് എടുക്കുക. ഇത് ഫോൾഡിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ച് ഉണ്ട്. അതിനുശേഷം എത്രയാണോ ഇതിന്റെ സൈഡ് ലെങ്ത് വരുന്നത്
അത്രയും ഫാബ്രിക് വെട്ടിയെടുക്കുക. ഇതിൽ ഇലാസ്റ്റിക് ഫിക്സ് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി നമ്മൾ ബ്ലൗസിൻ്റെ നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനായി എത്രയാണോ മാർജിൻ വിട്ടിരിക്കുന്നത് ആ മാർജിനും കൂടി കറക്റ്റായി ലൈനിങ് ചേർത്ത് വെച്ച് അടിക്കേണ്ടതാണ്. അതിനുശേഷം നെക്ക് വൃത്തിയായി കട്ട് ചെയ്തെടുക്കുക. മാർജിനിലെല്ലാം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൃത്തി ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം തിരിച്ചിട്ട് ലൈനിങ്ങിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ മേലെ കൂടെ ഒരു 1/4 സ്റ്റിച്ച് നമ്മൾ നല്ല വൃത്തിയിൽ അഴിച്ചെടുക്കേണ്ടതാണ്. ശേഷം മെയിൻ പാർട്സും ലൈനിങ്ങുമായി ചേർത്ത് 1/4 ഇഞ്ചിൻ്റെ സ്റ്റിച്ച് നല്ല വൃത്തിയിൽ ഇടേണ്ടതാണ്. രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ ഇടണം. എക്സ്ട്രാ തുണിയൊക്കെ വെളിയിലെടുത്ത് കളയേണ്ടതാണ്. അതിനുശേഷം പ്രിൻസസ് കട്ടിൻ്റെ പാച്ച് എടുത്ത് അതിന് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ മറുവശം ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ബാക്കൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി അതിനെ ഫ്ലെക്സി ഫിറ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് തുണി ലൈനിങ്ങുമായി ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ 3 ഭാഗം അടിച്ചിട്ടുണ്ട്. ഈ 4ാമത്തെ ഒരു ഭാഗം അടിച്ച് മറിച്ചിട്ടിരിക്കുകയാണ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇതാണ് നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ത്രെഡ്. ഇലാസ്റ്റിക് ത്രെഡാണ്. ഈ ഇലാസ്റ്റിക് ത്രെഡുകൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ബോബിനെ ചുറ്റിയെടുക്കുക. ഇതുവരെ 3-4 ബോബിന് വേണ്ട വരും. അപ്പോൾ നമ്മൾ നൂല് ചുറ്റിയെടുക്കുന്നതിന് ഇതിൻ്റെ ബോബിൻ കേസ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നൂല് കറക്റ്റായിട്ട് പോകുന്നില്ലെങ്കിൽ കുറച്ച് ടെൻഷൻ ഇവിടെ നിന്ന് യൂസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ തുണിയെടുത്ത് 1/4 ഇഞ്ച് അതായത് പ്രഷർ ഫുഡിൻ്റെ അളവിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിൽ 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ഈ രീതിയിൽ ഈ ഫാബ്രിക് ഫുള്ളായി സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്.
ഇപ്പോൾ നമ്മൾ ഇതിനെ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് 2 പീസാക്കി മാറ്റേണ്ടതാണ് 2 സൈഡിലേക്ക് വേണ്ടിയിട്ട്. അതിന് മുമ്പായി ഇവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ 2 സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. കാരണം നമ്മളിത് വെട്ടിയതിന് ശേഷം എലാസ്റ്റിക് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിനെ ലോക്ക് ചെയ്ത് നിർത്താനാണ്. സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് അടിക്കാം. ശേഷം 1/4 ഇഞ്ച് വിട്ട് ഒരു സ്റ്റിച്ച് കൂടെ അടിക്കാം. ഇനി ഇതിനെ 2 പീസായി കട്ട് ചെയ്ത് മാറ്റുക. സ്റ്റിച്ചിൻ്റെ നടുവിൽ കൂടി കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ എലാസ്റ്റിക് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പാർട്സിനെ ബ്ലൗസിൻ്റെ സൈഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായി ബാക്ക് പോർഷൻ്റെ അറേഞ്ച് മടക്കിയടിക്കാൻ വേണ്ടി വിട്ടതിന് ശേഷം എത്രയാണ് നമ്മൾ സീം അലൗൺസ് എടുത്തിരിക്കുന്നത് അത് കറക്റ്റായി പിടിച്ചുകൊണ്ട് ഇതിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് മൊത്തമായി നമ്മൾ 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബോഡിയിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൈനസ് ചെയ്ത് 2 ഇഞ്ചിൽ നിന്ന് അറേഞ്ച് കമ്മിയാക്കി 1.5 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു തയ്യാർ പാർട്സ് വെക്കുന്നത്. അതുകൂടാതെ 2 വശത്തുമായി സ്റ്റിച്ചിങ്ങിന് 1/2 ഇഞ്ച്, അങ്ങനെ 2.5 ഇഞ്ചാണ് നമ്മൾ ഈ എലാസ്റ്റിക് പാർട്സ് വെച്ചിരിക്കുന്നത്. ബോഡിയിൽ നിന്ന് അറേഞ്ച് കുറവായിട്ടാണ് ഉണ്ടാവുക. അപ്പോഴാണ് നല്ലൊരു കറക്റ്റ് ഫിറ്റിംഗ് കിട്ടുക. അതിനുശേഷം നമ്മുടെ ആവശ്യാനുസരണം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതായിരിക്കും. മറുവശം ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക. ബാക്കും ഫ്രണ്ടും വരുന്ന സൈഡ് ഭാഗത്ത് ഇതിനെ യോജിപ്പിച്ചതിന് ശേഷം സ്ലീവിലും ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾക്ക് ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നോർമൽ ബ്ലൗസ് എങ്ങനെയാണോ തയ്ക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് ഫിറ്റ് ചെയ്ത് നമ്മൾ ഇതിനെ നോർമൽ ബ്ലൗസ് പോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. മാർജിൻ എത്രയാണ് ഇട്ടിരിക്കുന്നത് കറക്റ്റായി പിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തയ്ച്ച ശേഷം ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഈ രീതിയിൽ എലാസ്റ്റിക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആവശ്യാനുസരണം. നല്ല ഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. തയ്ച്ച ശേഷം ഇങ്ങനെ ഉണ്ടാവും. നമ്മളുടെ